ഒരു ദിവസം രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ഞാൻ നടക്കുകയാണ്. വിചിത്രമല്ലേ? ലക്ഷ്യമറിയാതെ ആരും യാത്ര തുടങ്ങില്ല. പക്ഷേ അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയാമോ? നമ്മളിൽ പലരും ജീവിതം ജീവിക്കുന്നത് ഇതുപോലെയാണ്. എന്തിനാണ് ദേഷ്യം വരുന്നത് എന്നറിയില്ല. എന്തിനാണ് വിഷമം തോന്നുന്നത് എന്നറിയില്ല. എന്തുകൊണ്ടാണ് ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നും അറിയില്ല. ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ നമ്മളെ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. ഒരു കണ്ണാടിയില്ലാതെ നമുക്ക് നമ്മുടെ മുഖം കാണാൻ കഴിയില്ല. അതുപോലെ അവബോധമില്ലാതെ നമുക്ക് നമ്മുടെ മനസ്സിനെയും കാണാൻ കഴിയില്ല. ഈ അവബോധമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന 3 കാര്യങ്ങളുണ്ട്: ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രമാത്രം ബോധമുണ്ട്, അതനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരവും തീരുമാനിക്കപ്പെടുന്നത്. ഒന്നാമത്തെ വിഷയം ചിന്തകൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. രാത്രി ഒരു സുഹൃത്ത് നിങ്ങളുടെ മെസ്സേജിന് മറുപടി തന്നില്ല. അടുത്ത ദിവസം വരെ മറുപടിയില്ല. ഉടനെ ചിലരുടെ മനസ്സിൽ ചിന്തകൾ തുടങ്ങും. അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്നെ എല്ലാവരും അവഗണിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് അറിയുന്നത് അയാളുടെ ഫോൺ കേടായിരുന്നു. സംഭവം നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല. സംഭവത്തെക്കുറിച്ച് നമ്മൾ സൃഷ്ടിച്ച കഥയാണ് വേദനിപ്പിച്ചത്. ഇവിടെയാണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയുന്ന കഥ സത്യമാണോ? ഈ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന നിമിഷമാണ് യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത്. സൈക്കോളജിയിൽ ഇതിനെ മെറ്റാകോഗ്നിഷൻ എന്ന് വിളിക്കുന്നു. അത് വലിയ വാക്കായി തോന്നാം, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. സ്വന്തം ചിന്തകളെ പുറത്തുനിന്ന് നോക്കാൻ കഴിയുന്ന കഴിവ്. ഇനി 3 തരത്തിലുള്ള ആളുകളെ നോക്കാം. ഒന്നാമത്തെ വിഭാഗം. അവർക്ക് മനസ്സിൽ അസ്വസ്ഥതയുണ്ട്, പക്ഷേ കാരണമറിയില്ല. എനിക്ക് എന്തോ ഒരു ടെൻഷൻ, എനിക്ക് സന്തോഷമില്ല, ഇത്രയേ പറയാൻ കഴിയൂ. ഒരു കാറിൽ ചുവന്ന വാർണിംഗ് ലൈറ്റ് കത്തുകയാണ്, പക്ഷേ എന്ത് പ്രശ്നമാണെന്ന് ഡ്രൈവർക്കറിയില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗം. ഇവരാണ് ഏറ്റവും രസകരമായ വിഭാഗം. അവർക്കറിയാം, ഞാൻ ഓവർ തിങ്കിങ് ചെയ്യുന്നു, ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് ആത്മവിശ്വാസം കുറവാണ്, എല്ലാം അറിയാം. പക്ഷേ മാറ്റം എങ്ങനെ വരുത്തും? അതാണ് അറിയാത്തത്. പുസ്തകങ്ങൾ വായിക്കുന്നു, വീഡിയോകൾ കാണുന്നു, 2 ദിവസം മോട്ടിവേഷൻ ഉണ്ടാകും, പിന്നെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങും. ഈ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ പോരാടുന്നത്. മൂന്നാമത്തെ വിഭാഗം. അവർക്ക് വികാരങ്ങളെ തിരിച്ചറിയാൻ അറിയാം. അവർക്ക് തെറ്റുകൾ സമ്മതിക്കാൻ അറിയാം. അവർക്ക് പഠിക്കാൻ അറിയാം. അതിനാൽ അവർ പതിയെ മാറിക്കൊണ്ടിരിക്കും. അവർ പൂർണ്ണരല്ല, പക്ഷേ ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ്. ഇനി വാക്കുകളിലേക്ക് വരാം. ഒരു ചെറിയ ആണി മതിലിൽ അടിച്ചാൽ പിന്നീട് ആണി എടുത്താലും ദ്വാരം അവിടെ തന്നെ ഉണ്ടാകും. വാക്കുകളും അതുപോലെയാണ്. ചിലർ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും, ഈ വാക്ക് മറ്റൊരാളുടെ മനസ്സിൽ എന്ത് സ്വാധീനമുണ്ടാക്കും. അത് അവർക്കറിയാം. ചിലർക്ക് പറഞ്ഞ ശേഷം ഖേദമുണ്ടാകും, ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. പക്ഷെ ചിലർ അവർക്ക് എന്ത് പറഞ്ഞു എന്ന് പോലും ഓർമ്മയുണ്ടാകില്ല. മറ്റുള്ളവരുടെ മനസ്സിൽ അവർ സൃഷ്ടിച്ച മുറിവ് പോലും അവർ കാണില്ല. പ്രവൃത്തികളിലും ഇത് തന്നെ. ഒരാൾ ദിവസവും വൈകിയാണ് ഓഫീസിലെത്തുന്നത്. എല്ലാ ദിവസവും ഒരേ കാരണം, ട്രാഫിക്, അലാം, ക്ഷീണം. പക്ഷേ ഒരിക്കലും സ്വയം ചോദിക്കില്ല, പ്രശ്നം ട്രാഫിക്കാണോ അല്ലെങ്കിൽ എൻ്റെ ശീലമാണോ? ജീവിതം മാറുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന നിമിഷത്തിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സഹായം ആവശ്യമില്ല. ഒരു വിദ്യാർത്ഥിയെ ചിന്തിക്കൂ. ഒരാൾക്ക് അധ്യാപകൻ ഒരു സൂചന കൊടുത്താൽ മതി, അവൻ ബാക്കി പഠിച്ചെടുക്കും. മറ്റൊരാൾക്ക് 1 വർഷം പഠിപ്പിച്ചാലും പഠിക്കാൻ താല്പര്യമുണ്ടാകില്ല. പക്ഷെ മറ്റൊരു വിദ്യാർത്ഥിയുണ്ട്, അവന് പഠിക്കണം, അവന് ശ്രമവുമുണ്ട്. പക്ഷേ ഒരു നല്ല അധ്യാപകൻ്റെ മാർഗനിർദ്ദേശം വേണം. ജീവിതത്തിലും ഇതുതന്നെയാണ്. ആദ്യ വിഭാഗം. സ്വയം വളരാൻ അറിയുന്നവർ. അവർ തുടർന്നും വളരും. അവസാന വിഭാഗം. മാറ്റം വേണമെന്ന ആഗ്രഹം പോലുമില്ലാത്തവർ. അവർ നിർബന്ധിച്ച് മാറ്റാൻ കഴിയില്ല. പക്ഷെ നടുവിലുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഓരോ രാത്രിയിലും ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് മാറണം. പക്ഷെ എങ്ങനെ? അവർക്കതാണ് അറിയാത്തത്. ഈ വിഭാഗത്തിനാണ് പുസ്തകങ്ങളും മെൻറ്റർമാരും സൈക്കോളജിസ്റ്റുകളും നല്ല സുഹൃത്തുക്കളും ജീവിതം മാറ്റാൻ സഹായിക്കുന്നത്. ഒരു സത്യം പറയാം, സഹായം ചോദിക്കുന്നത് ബലഹീനതയല്ല. ഒരു കായിക താരം പോലും ഒരു കോച്ച് ഉണ്ടാകും. ഒരു സംഗീതജ്ഞന് ഒരു ഗുരു ഉണ്ടാകും. ഒരു ബിസിനസ്സുകാരന് ഒരു മെൻറ്റർ ഉണ്ടാകും.
അപ്പോൾ നമ്മുടെ മനസ്സിനെ വളർത്താൻ ഒരാളുടെ സഹായം തേടുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾക്ക് സൗജന്യമായി സഹായം കിട്ടാം. ഒരു നല്ല സുഹൃത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വിദഗ്ധനിൽ നിന്ന്. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ സഹായം ആവശ്യമുള്ള സമയത്ത് അത് സ്വീകരിക്കാൻ മടിക്കരുത്. അവസാനമായി ഒരു ചോദ്യം മാത്രം. ഇന്ന് ഈ വീഡിയോ കണ്ട ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൻ്റെ മുന്നിൽ നിൽക്കൂ. സ്വയം ചോദിക്കൂ, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ദിവസവും സത്യസന്ധമായി ഉത്തരം പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം പതിയെ മാറാൻ തുടങ്ങും. കാരണം ജീവിതത്തെ മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, സ്വന്തം മനസ്സിനെ ഓരോ ദിവസവും ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ചെറിയ തീരുമാനങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗുരു നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വഴി കാട്ടാൻ ഒരാളില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഹീൽ ആൻഡ് റൈസ് എന്ന എൻ്റെ 30 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള വ്യക്തമായ വഴികാട്ടലും പിന്തുണയും ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കും. ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നതാണ്. 30 ദിവസങ്ങളിലായി നിങ്ങളുടെ മനസ്സിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് വ്യക്തത കണ്ടെത്താനും ആത്മവിശ്വാസം വളർത്താനും ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള ശരിയായ ദിശ കണ്ടെത്താനും ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അടുത്ത ബാച്ചിൽ ചേരാനും താഴെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങളുടെ പുതിയ ജീവിതയാത്ര ഇന്ന് തന്നെ ആരംഭിക്കാം.